മതന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ നമ്മളെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വളരെ പിന്തുണ ലഭിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻസിന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എന്താ പറയുക പ്രയോജനം എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും നമ്മളുടെ പള്ളികളിലൊക്കെ എന്ത് ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഓടി വരാനൊക്കെ ആയിട്ട്, അല്ലാതെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് BJP സർക്കാർ തന്നെയാണ്. ഓപ്പോസിറ്റായിട്ട് തൃശ്ശൂർക്കാർ ചോദിക്കേണ്ട ചോദ്യം MLA എവിടെയെന്നാണ്. നമ്മുടെ ഒരു തൃശ്ശൂരിന് വേണ്ടിയിട്ടുള്ള ഒരു MLAക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എവിടെയും കാണാൻ നമ്മുടെ MLAനെ കാണണമെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയണില്ല. നമ്മുടെ തൃശ്ശൂർ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ, ബാർ ഹോട്ടലിൽ പോയാൽ മാത്രമേ നമ്മുടെ MLAനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. യാതൊരു കാര്യങ്ങൾക്കും എൻ്റെ അറിവിൽ MLA എവിടെയും കാണപ്പെടാത്തൊരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. വളരെ വേസ്റ്റായിട്ട് ഉള്ളൊരു MLA ആണ് നമുക്ക് തൃശ്ശൂരിന് ലഭിച്ചിട്ടുള്ളത്. അതേസമയം സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഓടിയെത്താനായിട്ട്, എത്ര തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഓടി വരാനായിട്ടും, നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനായിട്ടും, ചെറിയ ചെറിയ കാര്യങ്ങൾക്കായാൽ പോലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആളുകളെയാണ് ഒരു MLA ആയാലും MP ആയാലും ആവശ്യമുള്ളത്. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? സോണി. ചേച്ചി, ഇപ്പോ ഈ 2 മാസത്തിന് ശേഷം നമ്മുടെ കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. ഇപ്പൊ 10 വർഷമായിട്ട് പിണറായി വിജയനാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. ഒരു തൃശ്ശൂരിലെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ എന്താണ് സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു അഭിപ്രായം? എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. നമുക്ക് പ്രയോജനമുള്ള രീതിയിലുള്ള ഭരണം വരണം. ഇത് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള കാരണം അത്ര മോശം ഭരണം തന്നെയാണോ? തീർച്ചയായിട്ടും വളരെ മോശം ആയിട്ടുള്ള ഒരു ഭരണമാണ് 10 വർഷമായിട്ട് നമ്മുടെ കേരളത്തിന് അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഇവിടുത്തെ MLAയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇവിടുത്തെ MLA എന്ന് പറയുമ്പോൾ നമുക്ക് തൃശ്ശൂരിൽ MLA ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കേണ്ടത്. ഇപ്പോൾ കാരണം നമുക്ക് MLAനെ കാണാൻ പോലും കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോ ഇവിടുത്തെ ഒരു തൃശ്ശൂരിലൊരു സാധ്യതകളൊക്കെ എങ്ങനെയാണ്? സാധ്യതകൾ തീർച്ചയായിട്ടും നല്ലൊരു ഭരണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് തൃശ്ശൂർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് BJP തന്നെ ഭരണത്തിൽ വരണം. ഈ BJP ഭരണം എന്ന് പറയുന്നതിൽ അതിനൊരു സാധ്യത ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ തൃശ്ശൂരിലുണ്ടോ? 100% ഉണ്ട്. കാരണം എന്താ? കാരണം ഈ 10 വർഷത്തെ ഭരണം ഭരിച്ച് നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ളതും അല്ലാതെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ യുവജനങ്ങൾ വളരെ കുറവാണ്. ജോലി സാധ്യതകൾ വളരെ കുറവായതുകൊണ്ടാണ് ആരും നമ്മുടെ നാട്ടിൽ നിൽക്കാതെ പുറത്തേക്ക് വെളി രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനും അല്ലാതെ കൊണ്ടും ഇപ്പോൾ ശബരിമല വിഷയമായാലും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത രീതിയിലുള്ള ഭരണമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചി, ഇപ്പോൾ ഈ മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണ BJPക്ക് ഉണ്ടാവുമെന്ന് ചേച്ചിക്ക് പ്രതീക്ഷയുണ്ടോ? 100% ഉണ്ട്. മതന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ നമ്മളെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വളരെ പിന്തുണ ലഭിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻസിന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എന്താ പറയുക പ്രയോജനം എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും നമ്മളുടെ പള്ളികളിലൊക്കെ എന്ത് ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഓടി വരാനൊക്കെ ആയിട്ട്, അല്ലാതെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് BJP സർക്കാർ തന്നെയാണ്. ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ്? അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90% പോസിറ്റീവായിട്ടുള്ളത്. പിന്നെ അല്ലാതെയുള്ള ആളുകളുണ്ടല്ലോ, എന്തിനേയും നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളുണ്ട് ഒരുപാട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അത് മാത്രമേ ഒരു നെഗറ്റീവായിട്ടുള്ളൂ. ബാക്കി നമ്മളുടെ ഒരു MLAനെ ഇപ്പം ആളുകൾ ചോദിക്കുന്നത് MP എവിടെയെന്നാണ് ചോദിക്കുന്നത്. അതിന് ഓപ്പോസിറ്റായിട്ട് തൃശ്ശൂർക്കാർ ചോദിക്കേണ്ട ചോദ്യം MLA എവിടെയെന്നാണ്. നമ്മുടെ ഒരു തൃശ്ശൂരിന് വേണ്ടിയിട്ടുള്ള ഒരു MLAക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എവിടെയും കാണാൻ നമ്മുടെ MLAനെ കാണണമെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയണില്ല. നമ്മുടെ തൃശ്ശൂർ ഒരു
ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ബാർ ഹോട്ടലിൽ പോയാൽ മാത്രമേ നമ്മുടെ MLA കാണാനായിട്ട് സാധിക്കുള്ളൂ. യാതൊരു കാര്യങ്ങൾക്കും എൻ്റെ അറിവിൽ MLA എവിടെയും കാണപ്പെടാത്തൊരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. വളരെ വേസ്റ്റായിട്ട് ഉള്ളൊരു MLA ആണ് നമുക്ക് തൃശ്ശൂരിന് ലഭിച്ചിട്ടുള്ളത്. അതേസമയം സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഓടിയെത്താനായിട്ട് എത്ര തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഓടി വരാനായിട്ടും നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾക്കായാൽ പോലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആളുകളെയാണ് ഒരു MLA ആയാലും MP ആയാലും ആവശ്യമുള്ളത്. അല്ലാതെ നമുക്ക് നമ്മുടെ പൊതുജനങ്ങളുടെ ടാക്സ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ നമ്മുടെ ഭരണഘടനയിലുള്ള ആളുകൾക്ക് ഒരു വേതനം എന്ന രീതിയിൽ കൊടുക്കുന്നത്. അപ്പൊ നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങളെ കയ്യിൽ നിന്ന് ഊറ്റി വാങ്ങിച്ചിട്ട് അവർക്ക് പൊതുവായിട്ട് മദ്യപിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് നമ്മൾ ഒരു ആളെ തെരഞ്ഞെടുക്കുന്നത് തന്നെ. അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതെങ്കിലും ബാർ ഹോട്ടലിൽ പോയി മദ്യപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ച് MLA ആയിട്ടും അതിനുശേഷം അവർക്ക് ഒരു ഇത് കിട്ടുന്നുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട്, MLAക്ക് കിട്ടുന്ന പെൻഷൻ ഉണ്ട്. അതൊക്കെ വെറും വേസ്റ്റ് അല്ലേ? അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു വ്യക്തിനെ വേണം നമ്മൾ MLA ആയിട്ട് തിരഞ്ഞെടുക്കാൻ. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരു ചരിത്രപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണത്. 100% ഈ ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷൻ അങ്ങനെ ഒരു വിജയം കൈവരിക്കും തന്നെയാണ് പ്രതീക്ഷ. തൃശ്ശൂരിലെ വികസന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലും മാറ്റങ്ങൾ ഇത്രയും കാലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു വികസനവും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതല്ലാതെയും കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വികസനങ്ങളൊന്നും ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് നമ്മൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. വളരെ മോശമായ റോഡുകളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായാലും എല്ലാവരിലേക്കും ഇപ്പം ജോലി സാധ്യത കുറയുമ്പോഴാണ് യുവതലമുറകൾ അനാവശ്യമായിട്ടുള്ള ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ സ്പാ സെന്ററുകൾ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ആളുകൾ എന്തുകൊണ്ടാണ് തെറ്റായ രീതിയിലേക്ക് പോകുന്നത്? അവർക്ക് വേതനം കിട്ടാത്തത് കൊണ്ടാണ്. നമുക്ക് ചെറുപ്പക്കാർക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ജീവിക്കാൻ പണം ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം, അല്ലാതെ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. ഇപ്പോൾ ഈ 100-ൽ എത്ര മാർക്ക് കൊടുക്കും പിണറായി വിജയൻ സർക്കാരിന്? 100-ൽ 0 കൊടുക്കേണ്ടി വരും. അത്രയും വേസ്റ്റ് ആണ്. നമ്മള് കഴിഞ്ഞൊരു 5 വർഷം കൊണ്ട് കേരളത്തിന്റെ വികസന കാര്യങ്ങൾ ഏത് തരത്തിലേക്ക് പോയിരുന്നാണ് വിശ്വസിക്കുന്നത്? കേരളം വികസനത്തിന്റെ പാതയിലല്ലല്ലോ ഇപ്പൊ. അതെങ്ങനെ പറയാൻ പറ്റാം? എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. യാതൊരു തരത്തിലും വികസനത്തിന്റെ പാതയിൽ നിന്നല്ല, വളരെയധികം പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ മോദി സർക്കാരും പിണറായി സർക്കാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്തായിട്ടാണ് തോന്നുന്നത്? മോദി സർക്കാർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ കേരളത്തിലായാൽ പോലും ഞാനൊരു മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ റെയിൽവേ സ്റ്റേഷനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. രാത്രികാലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഓൾമോസ്റ്റ് റെയിൽവേ സ്റ്റേഷനുകളെല്ലാം ആധുനിക സംവിധാനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് എന്താ പറയാ പ്രയോജനമുള്ള കാര്യങ്ങൾ എന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്ത് പറയാനുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മുടെ BJP ആണ് ഭരണത്തിലിരിക്കുന്നത്. അപ്പോൾ ബിഗിനിങ്ങിൽ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഇത്രയും കാലം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് മാറി BJP സർക്കാരിന് ഭരണം കൈവരിക്കാൻ സാധിക്കട്ടെ എന്നാണ്. ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു നിലവിലെ സ്ഥിതി അത് നോക്കിയിട്ട് എങ്ങനെയാണ്? ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷ അവരിലുണ്ടോ? ജനങ്ങൾക്ക് അവരിലും പ്രതീക്ഷ ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ചേർന്നിട്ടാണ് ഇപ്പോൾ എന്താ പറയാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നും വലിയ പ്രതീക്ഷയൊന്നും ജനങ്ങൾക്കില്ല. ഈ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളെയൊക്കെ കോൺഗ്രസ് കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. പൊതുജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും അതുമായി സംബന്ധിച്ച്? 100% ഉണ്ട്. അത് മത തീവ്രവാദം എന്ന് പറയുന്നത് പലരും പറയുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് BJP സർക്കാരാണ് വർഗീയത ഉണ്ടാക്കുന്നതെന്നാണ്. ഒരിക്കലുമല്ല. വർഗീയത എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യൻ യുവതി ആയതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സപ്പോർട്ടിങ് തരുന്നത്
BJP സർക്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരിന്റെ ഒരു കൗൺസിലർ അവരും ഒരു മുസ്ലിം സ്ത്രീയാണ്. അങ്ങനെയാണെങ്കിൽ മുംതാസ് അവര് മുസ്ലിം യുവതിയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് BJP സർക്കാരിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റുക? ഒരിക്കലും ഇല്ല. അപ്പൊ കേരളത്തിലും തൃശ്ശൂരടക്കം മാറ്റം ഉണ്ടാവണമെന്നാണ് ചേച്ചി അഭിപ്രായപ്പെടുന്നത്? 100% മാറ്റം ഉണ്ടാവണം എന്നാണ്